മ്യൂസിക് ക്വാളിറ്റിന്റെ കാര്യത്തിലേക്ക് വരണമെങ്കിൽ ഇതിൽ രണ്ടിലും SBC AAC കോഡൊക്കെ ഉണ്ട്. സോ 100% പാട്ടാ പോലും യാതൊരുവിധ ഡിസ്ട്രാക്ഷൻസും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പിന്നെ എനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ മ്യൂസിക്കിന്റെ കാര്യത്തിൽ പറയുന്നത്. കുറച്ച് എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ബേസ് നല്ല അടിപൊളിയായിട്ട് വേണമെങ്കിൽ ഉറപ്പായിട്ടും T300 ആയിരിക്കും ബെറ്റർ. എന്നാൽ CMF by നത്തിങ്ങിലേക്ക് വരണമെങ്കിൽ നമുക്ക് ആ ഒരു നത്തിങ് എക്സ് ആപ്പ് വഴി കസ്റ്റം ചെയ്യാം. നമുക്ക് കസ്റ്റം ഒരു 5 ബേസ് ലെവൽ 5 ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് ബേസ് കിട്ടും. പക്ഷേ എന്നാൽ പോലും ബേസിന്റെ ആ ഒരു കാര്യത്തിൽ ബെറ്റർ ഔട്ട്പുട്ട് ആ ഒരു ബേസ് കിട്ടുന്നത് ഉറപ്പായിട്ടും T300 തന്നെയാണ്. മറ്റടുത്ത് ബേസ് ഇല്ല എന്നുള്ളതല്ല, ബേസ് നല്ല രീതിക്കുണ്ട്, എന്നാൽ പോലും പൊടിക്കൊരു കൂടുതൽ നമ്മുടെ T300 തന്നെയാണ്. പിന്നെ ഈ റിയൽമി ലിങ്ക് ആപ്പ് ആയിക്കോട്ടെ, അതല്ല നത്തിങ് എക്സ് ആപ്പ് ആയിക്കോട്ടെ, അതിൽ നമുക്ക് ടച്ച് കൺട്രോൾസ് അതുപോലെ തന്നെ EQ മോഡ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ബേസ്, അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പറ്റും. പിന്നെ ഔട്ട്പുട്ട് ആ ഒരു എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഉറപ്പായിട്ടും നമ്മുടെ T300 ആണ് കിട്ടുന്നത്. മറ്റടുത്തെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ 100% ഇട്ട് കഴിഞ്ഞാലും ഡിറാക്ക് ഒപ്റ്റിമൈസ് ചെയ്ത ഒരു സംഭവം ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു EQ മോഡിലേക്ക് പോകണമെങ്കിൽ 100% നമ്മൾ ഇടുന്നെങ്കിൽ പോലും ആ ഒരു ഇൻസ്ട്രുമെന്റൽ സെപ്പറേഷൻ കൂടിയിട്ട് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പാട്ട് കേൾക്കാൻ പറ്റും. ഇവിടേക്ക് വരുവാണെങ്കിൽ ആ ഒരു സ്പേഷ്യൽ ഓഡിയോ എഫക്റ്റ്, ഒരു 3D സൗണ്ടോട് കൂടിയിട്ട് നമുക്ക് പാട്ട് കേൾക്കാൻ പറ്റും. ആക്ച്വലി ഒരു ഡിറാക്ക് മോഡിലേക്ക് ഇടുമ്പോഴത്തേക്ക് എനിക്കൊരു ചെറിയൊരു 3D ഔട്ട്പുട്ട് കിട്ടിയിട്ടാ നമ്മുടെ ഈ ഒരു CMF by നത്തിങ് ബഡ്സിൽ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ അങ്ങോട്ട് കുറ്റം പറയാൻ പറ്റത്തില്ല. പിന്നെ അൾട്രാ ബേസ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് ബേസ് എക്സ്ട്രാ നമുക്ക് കൂട്ടാൻ പറ്റും ഈ ഒരു CMF by നത്തിങ്ങിൽ. അതായത് ബേസ് കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യുന്നെങ്കിൽ പോലും, അതായത് ബേസിന്റെ കാര്യങ്ങൾ കുറച്ച് പറയുന്നെങ്കിൽ പോലും, പക്ഷേ എനിക്ക് ബേസ് കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് നമ്മുടെ T300 തന്നെയാണ്. ഞാൻ പറയുന്നത് ഒരു ലെവൽ നമ്മുടെ ഒരു റിയൽമി T300 ബേസ് കൂടുതൽ CMF by നത്തിങ് ബഡ്സിനെക്കാളും. സോ ഒരു ഡീപ്പ് ബേസ് ലവർ ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും T300 പോവുക. എന്നാൽ നിങ്ങൾ ഡീപ്പ് ബേസ് ലവർ ആണെങ്കിൽ നമ്മുടെ CMF by നത്തിങ് ബഡ്സിലേക്ക് പോവുക. രണ്ട് ഡീപ്പ് ഉണ്ട് നമ്മുടെ T300. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ അത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ അറിയത്തില്ല. അതുകൊണ്ടാണ് ഈ ഒരു ഡീപ്പ് ബേസ് ലവർ എന്നും അതുപോലെ തന്നെ ഡീപ്പ് ബേസ് ലവർ എന്നും പറയുന്നത്. അതായത് ഒരു ലെവൽ കൂടുതലായിരിക്കും കേട്ടോ ബേസിന്റെ കാര്യത്തിൽ നമ്മുടെ T300.